അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. വീണ്ടും ഒരിക്കൽ കൂടി വിശുദ്ധ റമദാനിനെ അതിവിശിഷ്ടമായ അവസാന പത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് അവസരമൊരുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭം നമുക്ക് നഷ്ടപ്പെടുത്തുവാൻ ഒരു സമയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച നമ്മൾ പ്രവാചകനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകനെ പോലെ തന്നെ പരമാവധി യത്നിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൻ്റെ അരമുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് കുടുംബക്കാരെ വിളിച്ചുണർത്തി വിശ്രമമില്ലാത്ത തരത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുങ്ങാറുണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കും അതിന് കഴിയണം. ഈ വരുന്ന 10 ദിനങ്ങൾ സാധ്യമാകുന്ന അമലു സാലിഹാത്തുകളിൽ വ്യാപൃതരായി കഴിയുവാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ഫർദ് നമസ്കാരങ്ങളുടെയും കൂടെയുള്ള റവാത്തിബ് സുന്നത്തുകളും മറ്റ് ഇതര സുന്നത്ത് നമസ്കാരങ്ങളും മുഅക്കദായ സുന്നത്തും അല്ലാത്ത സുന്നത്തുകളും എല്ലാം സാധ്യമായും നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സാധ്യമായ തരത്തിൽ നമ്മൾ പങ്കാളികളാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന ഒരു കൊടുങ്കാറ്റായിരുന്നു എന്നാണ് ആ വിഷയകമായെല്ലാം സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. കേവലം പ്രവാചകനെ അങ്ങ് പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാൻ കൂടുതൽ അമലുസാലിഹാത്തുകളിൽ വ്യാപൃതരായിക്കൊണ്ട് ഈ വരുന്ന നാളുകൾ നമ്മൾക്ക് സ്വന്തമാക്കിയെടുക്കുവാൻ, ഈ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന, ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സാഹചര്യത്തിലാക്കി തീർക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ നാം ഏവരെയും അതിന് തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.